തുടർ തോൽവികളെ തുടർന്ന് IPLലെ പ്ലേ ഓഫ് പ്രതീക്ഷകൾ വെള്ളത്തിലായ മുംബൈ ഇന്ത്യൻസിന് അടുത്ത പ്രഹരമായി രോഹിത് ശർമ്മയുടെ പരിക്ക്. ഇന്നലെ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെതിരായ മത്സരത്തിൽ ഇമ്പാക്റ്റ് പ്ലെയറായി ബാറ്റിങ്ങിനിറങ്ങിയ രോഹിത്തിന് നേരിയ പുറംവേദന അനുഭവപ്പെട്ടിരുന്നു. അതിനാലാണ് ഫീൽഡിങ്ങിനിറങ്ങാതെ ബാറ്റിങ്ങിന് മാത്രം രോഹിത് ഇറങ്ങിയത്. ഈ സാഹചര്യത്തിൽ 2020 ലോകകപ്പ് കൂടി കണക്കിലെടുത്ത് രോഹിത് മുംബൈയുടെ ഇനിയുള്ള മത്സരങ്ങളിൽ കളിച്ചേക്കില്ലെന്നാണ് റിപ്പോർട്ട്. പ്ലേ ഓഫ് പ്രതീക്ഷകൾ അവസാനിച്ച മുംബൈക്ക് ഇനി 3 മത്സരങ്ങൾ കൂടിയാണ് സീസണിൽ അവശേഷിക്കുന്നത്. ഇതിൽ 3-ൽ ജയിച്ചാലും പ്ലേ ഓഫിലെത്താനുള്ള സാധ്യത 1% മാത്രമാണ്. ഈ സാഹചര്യത്തിൽ 2020 ലോകകപ്പ് മുന്നിൽ കണ്ട് രോഹിത് ശർമ്മയ്ക്ക് അടുത്ത മത്സരങ്ങളിൽ വിശ്രമം അനുവദിച്ചേക്കുമെന്നാണ് കരുതുന്നത്. രോഹിത്തിൻ്റെ പരിക്ക് വഷളായാൽ അത് ടീം ഇന്ത്യയുടെ ലോകകപ്പ് തയ്യാറെടുപ്പുകളെ ബാധിക്കുമെന്നതിനാലാണിത്. അതേസമയം മിന്നും ഫോമിലുള്ള പേസർ ജസ്പ്രീത് ബുംറയ്ക്കും അടുത്ത മത്സരങ്ങളിൽ വിശ്രമം അനുവദിക്കണമെന്ന ആവശ്യം ഉയർന്നിട്ടുണ്ട്. മറ്റൊന്ന്, 2020 ലോകകപ്പിനുള്ള ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിനെ പ്രഖ്യാപിച്ചത് മുതൽ പലതരത്തിലുള്ള വിമർശനങ്ങളും ടീമിനെതിരെ ഉയരുന്നുണ്ട്. അറിയിച്ച പല താരങ്ങളും തഴയപ്പെട്ടുവെന്ന ആക്ഷേപമാണ് ശക്തമായി ഉയരുന്നത്. റിസർവ് താരങ്ങളായാണ് ശുഭ്മാൻ ഗില്ലും റിങ്കു സിംഗും ഇടം നേടിയത്. എന്നാൽ T20 ലോകകപ്പ് ടീം പ്രഖ്യാപിച്ചതിന് ശേഷമുള്ള ഇന്ത്യൻ ക്രിക്കറ്റ് താരങ്ങളുടെ പ്രകടനം തീർത്തും നിരാശപ്പെടുത്തുന്നതുമാണ്. ഇന്ത്യൻ ടീമിലെ പ്രമുഖരെല്ലാം ഫ്ലോപ്പാണ്. IPLലെ പ്രകടനം വിലയിരുത്തുമ്പോൾ ഹാർദിക് പാണ്ഡ്യയെ തീർത്തും നിരാശപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. നായകനായും ഓൾറൗണ്ടറായും താരം വൻ ഫ്ലോപ്പാണ്. അതുകൊണ്ട് തന്നെ ഹാർദിക്കിനെ ഇന്ത്യ ലോകകപ്പിലെടുത്ത തീരുമാനത്തെ പലരും ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഇത് ഹാർദിക് പാണ്ഡ്യയെ ഇന്ത്യ 2020 ലോകകപ്പ് ടീമിൽ നിന്ന് പുറത്താക്കണമെന്നും പകരം റിങ്കു സിംഗിനെ കളിപ്പിക്കണമെന്നും ആവശ്യപ്പെട്ടിരിക്കുകയാണ് മുൻ പാകിസ്ഥാൻ സ്പിന്നർ ഡാനിഷ് കരേരിയ. റിങ്കു സിംഗിനെ ടീം ഇന്ത്യ 2020 ലോകകപ്പ് ടീമിൽ ഉൾപ്പെടുത്തണമായിരുന്നു. നിലവിലെ പ്രകടനം വിലയിരുത്തുമ്പോൾ ഹാർദിക് പാണ്ഡ്യയെ ഇന്ത്യ ഒരിക്കലും കളിപ്പിക്കരുത്. അവൻ സ്ഥിരതയില്ലാത്ത വളരെ മോശം പ്രകടനമാണ് കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. ശിവം ദുബെ ഓൾറൗണ്ടറായുണ്ട്. ചെന്നൈ സൂപ്പർ കിങ്സിനായി മികച്ച പ്രകടനം തന്നെ ശിവം ദുബെ കാഴ്ചവെക്കുന്നുമുണ്ട്.